ഹലോ, വെൽക്കം ബാക്ക് ടു അല്ലൂസ് ഫണ്ട് റെസിപ്പി. ഇന്ന് നമ്മളിവിടെ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂർ വരേണ്ടി വന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സിറ്റിയൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വണ്ടിയൊക്കെ സൗകര്യത്തിനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനും മോനും കൂടി ബാംഗ്ലൂർ സിറ്റിയൊക്കെ ഒന്ന് കാണാനായിട്ട് പുറപ്പെടുകയാണ്. നമ്മളിപ്പോൾ ലാൽബാഗിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നിൽക്കുന്നത്. കാഴ്ചകൾ, വരുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ വളരെ ശാന്തവും പ്രശാന്തമായൊരു സ്ഥലമാണ്, മനോഹരമായൊരു പാർക്ക്. കുറേ കാഴ്ചകളുണ്ട് കാണാൻ, നല്ല പച്ചപ്പൊക്കെ ഉണ്ട്, നല്ല തണലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാം. സൺഡേ ആയതുകൊണ്ട് പാർക്കിനകത്ത് വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാം. വളരെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ല പാർക്കാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വെയിലും ഇല്ല, നല്ല അന്തരീക്ഷം ഉണ്ട്. വളരെ കൂളായിട്ട് നമുക്ക് പാർക്കൊക്കെ കണ്ട് നടക്കാം. മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒക്കെ വരുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. നമ്മുടെ മ്യൂസിയത്തിനെക്കാട്ടി കൂടുതൽ വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടുന്ന ഫൗണ്ടനാണിത്. നല്ല തണുപ്പുണ്ട് ഈ സ്ഥലത്ത്. നമുക്ക് ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കാം. നമ്മൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനകത്താണ്. കുറേ ഇങ്ങകത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. വളരെ ക്ലീനാണ്. ക്ലൈമറ്റും നമുക്ക് അനുകൂലമാണ്. കാരണം ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നതുകൊണ്ട് വലിയ ചൂടില്ല, നടക്കാൻ പറ്റും, തണുപ്പാണ്. വളരെ നമ്മുടെ നാട്ടിലില്ലാത്ത തരം വ്യത്യസ്തമായ പൂക്കളൊക്കെ ധാരാളം ഇവിടെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയും ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലുള്ള ക്രിസ്മസ് ചെടിയാണ്, പക്ഷേ ഇതിൽ ഒരു വ്യത്യസ്തമായ മഞ്ഞ കളറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയായി നമുക്ക് തോന്നും. ഗാർഡനിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും ഭംഗി.
നമ്മളിവിടെ ലേക്കിനടുത്തെത്തി. ലേക്ക് അവിടെയാണ് നിൽക്കുന്നത്. വളരെ വിശാലമായൊരു ലേക്കാണ്. ബോട്ടിങ്ങിനൊന്നും നമ്മൾ കയറുന്നില്ല. ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് തിരിച്ചു പോവുകയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടേ ഇല്ല. ഇത് നല്ല മുത്തുമുത്തായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ രസമാണ്, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ചെടി കണ്ട ആല് പോലെ നിൽക്കും, പക്ഷേ അതിലെ കായെന്ന് പറയുന്നത് ഗോൾഡൻ മുത്തുകളാണ്. നമ്മുടെ നാട്ടിൽ ഈ ചെടി കണ്ടിട്ടേ ഇല്ല. ഇത് മൈസൂർ ഫിഗ് എന്ന് പറയുന്ന വൃക്ഷമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ഇതും ഇവിടെ മാത്രമേ ഉള്ളായിരിക്കും. അതാണ് അതിൻ്റെ കായ നല്ല. പക്ഷേ പക്ഷികളൊന്നും കഴിക്കുന്നതല്ലെന്ന് തോന്നുന്നു. കാരണം ഒരു പക്ഷി പോലും കിളി പോലും അതിലൊന്നും ഇല്ല. വിഷക്കായാണോ എന്നും അറിയില്ല. തിരിച്ചിറങ്ങുകയാണ്. ഏകദേശമൊക്കെ കണ്ട് ഇനി ഒരുപാടുണ്ട്. വൈകുന്നത് വരെ വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. പക്ഷേ ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. ലാൽബാഗിനകത്ത് നമ്മൾ കയറുമ്പോൾ ഈ ഇത്രയും സ്ഥലങ്ങളാണ് അവർ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെയാണ് കാണേണ്ട സ്ഥലങ്ങളെന്ന്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ കണ്ടതേ ഉള്ളൂ. എന്തായാലും വളരെ മനോഹരമായ വിശ്രമിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു സ്ഥലമാണിത്. എന്തായാലും നമ്മൾ ടാറ്റ ബൈ ബൈ. പണ്ടത്തെ തിരുവരെ ഈ തൂക്കിയിട്ടിരിക്കുന്നില്ലേ, ഈ കലവും ചട്ടിയൊക്കെ വയ്ക്കില്ല. പാലസാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല. കുറേ പഴയ കാലത്തുള്ള കുറേ ചിത്രങ്ങൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അത് സമ്മർ പാലസ് എന്ന് പേര്. പിന്നെ അതിനകത്ത് കയറുമ്പോൾ കുറച്ച് കൂളിംഗ് ഉണ്ട്. കാരണം എല്ലാം പണ്ടത്തെ കല്ലുകൊണ്ടുള്ള കെട്ടാണ്. അതങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ്. നമ്മുടെ അവിടെ ട്രിവാൻഡ്രത്തുള്ള പാലസുകളെ അപേക്ഷിച്ച് ഇത് വളരെ പൂവറാണെന്നാണ് എൻ്റെ അഭിപ്രായം.